ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. ഹായ് കൂട്ടുകാരെ, സ്വയം വളരെ ബുദ്ധിമാനാണെന്ന ചിന്തയിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന കുറച്ച് മണ്ടത്തരങ്ങളും തമാശകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. പറയുന്ന ജോലികൾ കൃത്യമായി ചെയ്യണം, ഇല്ലെങ്കിൽ ശമ്പളം തരില്ല എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചേട്ടൻ ചെടി നനയ്ക്കുന്നത്. അതിപ്പോൾ മഴയല്ല, വെള്ളപ്പൊക്കം വന്ന് ചെടികൾ മൂടിയാലും ചേട്ടൻ ചെടി നനയ്ക്കും. ചുമരിൽ അടിച്ച ആണി എങ്ങനെ എളുപ്പത്തിൽ വലിച്ചൂരാം എന്നാണ് ചേട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ചേട്ടൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ വെറുതെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മരം കണ്ടപ്പോൾ ചേട്ടന്മാർക്ക് ചുമ്മാ ഒരു കുന്തളിപ്പ് കയറിയതാണ്. വണ്ടി പൊക്കാൻ ജാക്കിയൊന്നുമില്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന ഉപകരണങ്ങൾ എല്ലാം എടുത്ത് വണ്ടിയങ്ങ് പൊക്കുക. ആ കാര്യത്തിൽ ചേട്ടൻ പുലിയാണ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ചാക്കുകെട്ട് വെച്ചപ്പോൾ പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ എന്ത് ചെയ്യും? വേറൊന്നും വിചാരിച്ചില്ല. ചാക്കിന് മുകളിൽ കയറി അങ്ങ് ഇരുന്നു. ആനയുടെ പുറത്ത് കയറിയിരുന്നങ്ങ് പോകുന്ന പോലെ നല്ല സുഖമായിട്ട് പോവാം. ഒന്ന് ചിന്തിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ചേട്ടന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര എളുപ്പമായിട്ടാണ് അവർ 4 ടയറുകൾ കൊണ്ടുപോകുന്നത്. ഈ ബുദ്ധി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലക്ഷങ്ങൾ മുടക്കി കാറ് വാങ്ങിയിട്ട് പിന്നെ സാധനങ്ങൾ കൊണ്ടുപോവാൻ വേറെ ലോറി വിളിക്കണമെങ്കിൽ അത് എങ്ങനെ മുതലാവുമെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. സാധനം വാങ്ങാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് ചേട്ടനും ചേച്ചിയും വിചാരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് വാങ്ങിയ സാധനം ഇവർ 1 മണിക്കൂർ എടുത്തു. ഇത് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാറിൻ്റെ ഡിക്കിയിൽ ഒരു തരത്തിലും സെറ്റാവുന്നില്ല. ഇനി ഇത് കൊണ്ടുപോകാൻ വേറെ വണ്ടി വിളിക്കേണ്ടി വരുമല്ലോ എന്ന് വിഷമിച്ച് നിന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ചേച്ചി ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. കാറിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ TV വാങ്ങിയപ്പോൾ ഉള്ളതിൽ വലുത് തന്നെ അങ്ങ് വാങ്ങിയപ്പോൾ കാറിനേക്കാൾ വലുതാണ്. എന്നാൽ ഡോറ് തുറന്നു വെച്ചങ്ങ് കെട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും TVയുടെയും കാറിൻ്റെയും സൈസ് കുറയുമോ എന്നാണ് സംശയം. TV അല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ സ്വയം ഉണ്ടാക്കിയതാണ് ഈ വണ്ടി. എന്നാലും എൻ്റെ പൊട്ട, ഇറക്കം വരുമ്പോൾ ഇയാൾ എന്തു ചെയ്യുമെന്നാണ് എൻ്റെ സംശയം. വലിയൊരു പ്രശ്നം നിസ്സാരമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഡോറിൻ്റെ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഡെലിവറി ബോയ് ആണ്. വീട്ടിൽ ആളുകളൊന്നുമില്ല. സാധനം വീടിൻ്റെ മുമ്പിൽ വെച്ചോ എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു. ആള് സാധനം മുമ്പിൽ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ എല്ലാം അയച്ചു കഴിഞ്ഞ് ആള് സാധനം എടുത്ത് സ്ഥലം വിടുന്നു. എന്നാൽ CCTV അവിടെ ഉള്ള കാര്യം ആളറിഞ്ഞില്ല.